ഇനി നമുക്ക് സിദ്ധാർത്ഥൻ്റെ അമ്മയിലേക്ക് പോകാം എന്ന് തോന്നുന്നു. വളരെ എത്രമാത്രം പ്രയാസപ്പെട്ടാകും അതിജീവിക്കുന്നത് ഒരമ്മ എന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. അമ്മ, ഈ ഫേസ്ബുക്കിൽ ഒരു 2-3 വരി കുറിച്ചിരുന്നത് പണ്ട് വായിച്ചിട്ടുണ്ട്. അതായത് ഈ എൻ്റെ കുഞ്ഞും അവൻ്റെ വിലയേറിയ യൗവനം രാജ്യത്തിന് നൽകി. ആ കോളേജിലെ മറ്റു കുട്ടികളെ കുറച്ച് നരഭോജികളിൽ നിന്ന് രക്ഷിച്ചു. അതാണ്, എൻ്റെ മകൻ മരിച്ചുവെങ്കിലും കുറച്ചുപേർ രക്ഷപ്പെട്ടല്ലോ എന്നൊരാശ്വാസം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. നോക്കൂ, ഇപ്പോൾ എത്രയെത്ര കോളേജുകളിലാണ് അതേ വാർത്ത നമ്മൾ വീണ്ടും കേൾക്കേണ്ടി വരുന്നത്, അതേ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അമ്മ പറഞ്ഞ ആ വാക്ക് നരഭോജി അതിപ്പോഴും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വേറെ വാക്ക് പറയാൻ ചിലവർ പറയും മൃഗങ്ങളെപ്പോലെ, അല്ലെങ്കിൽ ക്രിമിനൽസ്. അതൊന്നുമല്ല. മൃഗങ്ങൾ ഒരു ഇരയെ പിടിക്കുന്നത് ഓട്ടിച്ചിട്ട് കിട്ടുമെങ്കിൽ കിട്ടും. ആ ഇര അത്രത്തോളം ശക്തി കുറവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ നോക്കിപ്പോകും. ഇത് ഓട്ടിച്ചിട്ടല്ല, ഇത് കെട്ടിയിട്ട് ഫ്രണ്ടിലിട്ട് ഒരാളല്ല എത്രയോ പേർ. അപ്പോൾ ഇത് നരഭോജികളാണ്. അവർ രക്തം ദാഹിക്കുന്ന നരഭോജികൾ. ഇവരെ കോളേജിന് പുറത്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ കോളേജിലെ മറ്റുള്ള കുറച്ച് കുട്ടികൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് പോയിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടി സമാധാനത്തോടെ. അത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ കൊടുത്തു ഞങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, അവൻ്റെ ജീവൻ അവിടെ കൊടുത്ത് കുറേ വരെ രക്ഷപ്പെടുത്തിയത്. സാറ് നേരത്തെ പറഞ്ഞു അക്ഷയ് വിളിച്ചപ്പോൾ എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നുവെങ്കിലെന്ന്. അക്ഷയെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഉടനെ റഹാനെ വിളിക്കും. റഹാൻ ഇപ്പോഴത്തെ പ്രതിയാണ്. ഇല്ലെങ്കിൽ ഡീനിനെ വിളിക്കും, അദ്ദേഹവും ഇപ്പോഴത്തെ പ്രതിയാണ്. അല്ലെങ്കിൽ അസിസ്റ്റന്റ് വാർഡനെ വിളിക്കും, അദ്ദേഹവും പ്രതിയാണ്. ഇതൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും. അവരാണ് പറഞ്ഞത് ഇതൊരു സാധാരണ മരണമാണെന്ന്. അപ്പോൾ ഞങ്ങൾ എവിടെ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ എവിടെ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമായിരുന്നു, എവിടെ നിന്നൊരു സൂചന കിട്ടുമായിരുന്നു? ആരെ പ്രതീക്ഷിക്കും? നമ്മൾ ആരെ കയ്യിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഏൽപ്പിക്കേണ്ടത്? ഈ സീനിയേഴ്സും അധ്യാപകരും ചേരുന്ന ഒരു ഗുണ്ട സംഘത്തിൻ്റെ കയ്യിലാണോ? 1 വർഷമായി. അതിനു മുൻപേ ഇവർക്ക് തിരികെ കയറാനുള്ള എല്ലാ പഴുതുകളും അടച്ച് കയറ്റി. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ധൈര്യം? അവർക്ക് ധൈര്യമാണ്, സംരക്ഷിക്കാൻ ആളുണ്ട്. എന്ത് ചെയ്തിരുന്നാലും, കൊല ചെയ്തിരുന്നാൽ പോലും ഞങ്ങൾക്ക് കയറി പഠിക്കാം, ഞങ്ങളുടെ ഭാവി സേഫാണ്. ഈ ധൈര്യം, ഈ സംരക്ഷണം. ശിക്ഷ കൊടുക്കുമ്പോൾ പ്രതികൾക്ക് മാത്രമല്ല, അതിന് കൂട്ടുനിന്നവർക്ക്, കോളേജിലെ എല്ലാ പേർക്കും, അത് കേട്ടു നിന്നവർ. 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടന്ന കാര്യങ്ങളല്ല. 8 മാസം, 4 മാസം, 3 മാസം, ഇതെല്ലാം അറിയുന്ന എല്ലാം ഇതുപോലെയുള്ളതാണ്. അമ്മ, ഈ അക്ഷയെയും പ്രതി ചേർക്കേണ്ടതായിരുന്നില്ലേ അല്ലേ? അക്ഷയ്ക്ക് സഹായകരമായത് അക്ഷയുടെ ഒരു ബന്ധു, ഇടുക്കിയിലെ ഒരു പ്രധാനപ്പെട്ട CPM നേതാവ്, തുടക്കം മുതൽ അക്ഷയിന് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും അമ്മാവനും പറഞ്ഞിരുന്നു. പക്ഷേ അക്ഷയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് തോന്നുന്നു പോലീസ്. പക്ഷേ അക്ഷയെ വെറുതെ വിടുകയായിരുന്നു അല്ലേ? അക്ഷയല്ലേ ഇതിൽ യഥാർത്ഥത്തിൽ ഒരു കൾപ്രിറ്റ്? അക്ഷയെ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടതായിരുന്നു. അക്ഷയെ മറച്ചു പിടിച്ച വലിയ കുറ്റമാണ്, വലിയൊരു ഒഫൻസാണ് അത്. അക്ഷയ്ക്ക് അറിയാം. കാരണം ഇത്രയും ദിവസത്തെ പീഡനത്തിന് ശേഷം ആണ് സിദ്ധാർത്ഥ് ഒന്നും സംസാരിക്കാനാവാതെ, അമ്മയുടെ അടുത്ത് എന്തെങ്കിലും തുറന്ന് പറയാൻ പറ്റാതെ, ചെറിയ ചെറിയ വാക്കുകൾ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ്. ആ സമയത്ത് അക്ഷയ്ക്കെല്ലാം അറിയാം. അക്ഷയൊന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ആണ് സിദ്ധാർത്ഥൻ്റെ അവസ്ഥ എന്ന് അമ്മയെ ധരിപ്പിച്ചിരുന്നെങ്കിൽ, ഇവരുടെ മുമ്പ് നിന്ന് പറയണ്ട, പുറത്തിറങ്ങി പറയാമല്ലോ, പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അടിയന്തരമായിട്ടുള്ള ഇടപെടലുണ്ടായേനെ. അതിൻ്റെ എല്ലാ വഴികളും അടച്ചത് അക്ഷയാണ്. അമ്മയ്ക്കിപ്പോഴും സംശയമില്ലേ അക്ഷയുടെ റോള്? അത് അധികം പുറത്തു വന്നില്ലല്ലോ അല്ലേ? ഞങ്ങൾ അന്ന് മുതൽ ഞാൻ ആ ഒരു വാക്ക് മാത്രം പറയണം, അക്ഷയാണ്. ഞാൻ അക്ഷയാണ് വിളിച്ചത്. മോനെ എത്തിയോ? അവൻ വിളിച്ചില്ല, ഒന്ന് വിളിക്കാൻ പറയോ? ആൻറ്റി ഇവിടെ എത്തി കിടക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ അവൻ്റെ ഫോണിൽ നിന്ന് എന്നെ ഒന്ന് വിളിക്കാൻ പറയും.
പറയാം. അന്ന് വിളിക്കുന്നു. അത് 16-ാം തീയതി രാവിലെ. 17-ാം തീയതി ഞാൻ മെസ്സേജ് ഇടുന്നു, അക്ഷയ് മോനെ അവനെ ഫോൺ എടുക്കുന്നില്ല, ഒന്ന് എൻ്റെ അടുത്ത് വിളിക്കാൻ പറയുമെന്ന്. 18-ാം തീയതി ഞാൻ വിളിക്കുന്നു. ഇത് സംഭവം നടന്നതിന് ശേഷം എന്ത് പറ്റി മോനെ? ഇല്ല ഒന്നുമില്ല ആൻറ്റി. അത് വൈകിട്ട് 5:30 വരെയും അവൻ ആ കള്ളത്തരം പറഞ്ഞു. അവൻ ക്രിമിനൽ മൈൻഡ് ഉള്ളവനാ, അല്ലെങ്കിൽ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അവനാണ് ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നത്. 3 ദിവസം ഒരു വാക്ക് ഞങ്ങളടുത്ത് പറയണ്ട, അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മ ഒന്ന് ആൻറ്റിയെ വിളിച്ച് പറയുമെന്ന്. ഈ വീട്ടിൽ വന്നിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ അവർക്കും ഞാൻ അന്നം വിളമ്പി എന്ന് പറയുന്നുണ്ടല്ലോ, ആർക്ക്? ആ പ്രതികൾ ഇവിടെ വന്നപ്പോൾ, മോൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഉണ്ടായിരുന്നവരിൽ 5 പേരും ഇപ്പോൾ പ്രതികളാണ്. ഞാൻ അടുത്തിരുന്ന് വിളമ്പി കൊടുത്തത്. ഞാൻ അവരുടെ ഒരാളുടെ പോലും പേര് വിളിച്ചില്ല. മക്കളെ മോനെ എന്നാണ് വിളിച്ചത്. ഞാൻ ആരെയും പേരെടുത്ത് വിളിച്ചിട്ടില്ല. ഞാൻ അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വിളമ്പി കൊടുത്തത്. അവരിൽ ആരെങ്കിലും ഒരാൾ